നിർമ്മാതാവിലേക്കുള്ള ആ ഒരു ദൂരവും അതോടൊപ്പം ആ ഒരു പ്രോസസ്സും എത്ര കഠിനമായിരുന്നു? നല്ല കഠിനമായിരുന്നു. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, എനിക്ക് ഫിലിം പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ഞാൻ ഫാമിലിയോ ആരും ലിങ്ക് അല്ല, ഒന്നുമില്ല. ആകെ മനുവിന്റെ താല്പര്യം, മനുവിന്റെ ഇഷ്ടം മൂവി ആ ഒരു രീതിയിലായിരുന്നു അതിലേക്ക് കണക്ട് ആയത്. അപ്പൊ മനു മൂവി ഡയറക്ട് ചെയ്യുന്ന ടൈമില് ഞാൻ ചേട്ടനോട് ആരോടാ ചോദിച്ചാലും പറയും ഞാൻ ആ സെറ്റിൽ ഒന്നും ഉണ്ടായിരുന്ന ഒരാളല്ല. അത് മനുവിന്റെ മരണശേഷമാണ് ഞാൻ ആക്ച്വലി അതിലേക്ക് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പൊ എനിക്കൊന്നും അറിയുന്നതല്ല. അതിന്ന് എന്തെങ്കിലും ഒക്കെ എല്ലാം അല്ല, എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണെങ്കിൽ ഓരോന്ന് പഠിച്ചും ചോദിച്ചും ഒക്കെ അത് ചെയ്യാന്ന് പറഞ്ഞത്. ഒരു ബന്ധമില്ലാത്ത ഒരാൾ പെട്ടെന്ന് അതിലേക്ക് വരുമ്പോ അതും ആ ഒരു ഷോക്ക് അതിന്റെയൊക്കെ ഒപ്പം ഞാൻ ചെന്നതാ. എനിക്കത് ഭയങ്കര ടഫായിരുന്നു. ബട്ട് കുറച്ച് മുമ്പ് ആരോ ചോദിച്ചു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയാൽ വിജയിക്കുമോ എന്ന്. വിജയിക്കുമോ അല്ലെങ്കിൽ നഷ്ടമാവോ? എന്നെ സംബന്ധിച്ചിട്ട് മരിച്ചത് എന്റെ ഭർത്താവാണ്. ഈ മൂവിക്ക് ഡയറക്ടർ ആയിട്ടുണ്ട്, പേഴ്സണലി നോക്കി എന്റെ ഭർത്താവാണ്. എന്നെ സംബന്ധിച്ച് എന്റെ ഹസ്ബൻഡിന്റെ ഡ്രീമാണ്. അതാണ് എനിക്ക് അദ്ദേഹത്തിന് ആ മൂവി പുറത്തേക്ക് വരണം എന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഓടിയത്. അതിനു വേണ്ടിയിട്ട് ഇപ്പോഴും ശ്രമിക്കുന്നത്, ഇപ്പോഴും ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. ആ യാത്ര ഒട്ടും സിമ്പിൾ അല്ലായിരിക്കുമെന്ന് എനിക്കിപ്പോ മനസ്സിലാവുള്ളൂ. കാരണം ആ ഒരു സങ്കടവും വിഷമവും അവിടെ കിടക്കുന്നു, അതിന്റെ ഒപ്പം ഈ മൂവിയുടെ ടെൻഷനും ഇതുമെല്ലാം ഇപ്പുറത്ത് കിടക്കുന്നു. ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ ചൂടിപ്പിക്കാൻ